ശരീരഭാരം കൂടുതലുള്ള ധാരാളം പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. അതിൽ മിക്ക ആൾക്കാർക്കും ഞാൻ പറയുന്ന ബാലൻസ് ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് എടുക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ നല്ല കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ള അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഞാൻ ഈ ശരീരഭാരം കുറയ്ക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത്, എന്തിനാണ് ശരീരഭാരം കുറയ്ക്കുന്നത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? ശരീരഭാരം കൂടിയിരുന്നാൽ അല്ലെങ്കിൽ കുറച്ച് വണ്ണം ഉണ്ടായാൽ എന്താണ് പ്രശ്നമെന്ന് കുറച്ച് വണ്ണമുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ നിങ്ങളുടെ ശരീരഭാരം കുറച്ചൊക്കെ കൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രായത്തില് നിങ്ങൾക്ക് ഈ ശരീരഭാരം കൂടുതലെന്ന് പറയുന്നത് വെറും ഒരു കോസ്മെറ്റിക് പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡ്രസ് ഇടാൻ പറ്റാത്തതിന്റെ ഒരു പ്രോബ്ലം മാത്രമായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ വണ്ണം വെച്ചിരിക്കുന്നു കളിയാക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. അതൊന്നും കെയർ ചെയ്യാത്ത, അതൊന്നും മൈൻഡ് ചെയ്യാത്ത നല്ല മൈൻഡുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. എന്റെ ശരീരം എങ്ങനെയാണെന്ന് നിനക്കെന്തെന്ന് ചോദിക്കാം. പക്ഷെ പ്രോബ്ലം തുടങ്ങുന്നത് അവിടെയല്ല. പിന്നെയും ശരീരഭാരം കൂടാൻ തുടങ്ങിയാൽ, കുറച്ചും കൂടി കൂടാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ പ്രായം കൂടുന്നതനുസരിച്ച് അപ്പോൾ നിങ്ങളുടെ ശരീരം പറഞ്ഞു തരും ശരീരഭാരം കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന്. അപ്പോൾ ഇതൊരു വെറും ഒരു കോസ്മെറ്റിക് പ്രശ്നമോ ഒരു സൗന്ദര്യ പ്രശ്നമോ അല്ലാതായി മാറും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു പ്രശ്നമായി മാറും. പലതരത്തിലുള്ള ജീവിതചര്യ രോഗങ്ങൾ നിങ്ങളെ പിടിപെടും. നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മുട്ടുകൾക്ക് വേദന തുടങ്ങും. നിങ്ങളുടെ നട്ടെല്ലിന് വേദന തുടങ്ങും. അങ്ങനെ പറഞ്ഞിട്ട് നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആവും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ചോദിക്കില്ല എന്റെ ശരീരത്തിലെ ഭാരം കൂടിയിരുന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം തുടങ്ങും. ഈ നെട്ടോട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നിങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ ശരീരഭാരം കൂടിയാൽ നിങ്ങൾക്ക് എന്താണെന്നും പറഞ്ഞിട്ട് ഞെളിഞ്ഞു നടന്നിട്ട് പിന്നെ അവസാന നിമിഷം ഇരുന്ന് പരീക്ഷയുടെ തലേക്കുന്ന ദിവസം മൊത്തം പേജും എടുത്ത് വെച്ച് റിവിഷൻ ചെയ്യുന്ന പോലെ ആയിപ്പോകും. സോ നിങ്ങളുടെ ശരീരഭാരം അല്പമെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ തന്നെ ഇനി ശരീരഭാരം കൂടുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല കൃത്യമായ ബാലൻസ് ഡയറ്റ് പ്ലാനും എക്സസൈസും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 60കളിൽ നിങ്ങളുടെ പേരക്കുട്ടികളോടുമൊത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാം. അപ്പോൾ എവിടെ നിന്നാണ് ഇത് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്? ഈ ഒരു വലിയൊരു മൂവ് എന്ന് പറയുന്നത് ഇതൊരു വലിയ മൂവാണ്. ഈ ഒരു വലിയ മൂവ് എവിടെ നിന്നാണ് തുടങ്ങാൻ പറ്റുന്നത്? ആദ്യമായിട്ട് കൃത്യമായിട്ടൊരു ബാലൻസ് ഡയറ്റ് പ്ലാനിലോട്ട് പോകുക, കൃത്യമായിട്ടുള്ള ഒരു ഫുഡ് കൾച്ചറിലേക്ക് പോകുക, അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള എക്സസൈസിലേക്ക് പോവുക. ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാലൻസ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയ ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അതിന് പേയ്മെന്റ് ഉറപ്പായിട്ടുണ്ടാവും. കാര്യം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ബൈ.